ഹലോ, അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ കാളികാവുള്ള ഹിമ വൃദ്ധസദനത്തിലാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ അമ്മമാരെയും അച്ഛന്മാരെയും ഒക്കെ ഒന്ന് കാണാമെന്ന് കരുതിയിട്ട് വന്നതാണ്. നമ്മൾ ആരും ഇല്ലാത്തവരൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തോലൊക്കെ കൊണ്ടുവന്ന് ആക്കണ ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ. അപ്പോൾ അവരൊക്കെ ഒന്ന് കാണാമെന്ന് കരുതിയിട്ട് വന്നതാണ്. അപ്പോൾ അടുത്ത കാഴ്ചകളൊക്കെ നിങ്ങൾക്കൊന്നും കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് വൈകിട്ടാണ് എത്തിയത്. അപ്പോൾ നമ്മൾ ഒരുപാട് യൂട്യൂബേഴ്സ് തമ്മിൽ ഒരു കൂട്ടായ്മ ഉണ്ട്, ഗ്രൂപ്പായിട്ട്. അതിന്ന് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ എത്തിയേക്കും നേരെ ഫുഡൊക്കെയാണ് കേട്ടോ എത്തിയിട്ടുണ്ടായിരുന്നത്. കുറച്ച് വൈകി പോയി എത്താൻ. അപ്പോൾ ഞങ്ങൾ കഴിച്ചു. അപ്പോൾ അത് ലാസ്റ്റ് ട്രിപ്പാണ് കേട്ടോ. അവർ കഴിക്കണ ഒരു വീഡിയോ എടുത്തതാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എല്ലാവരെയും ഒക്കെ ഒന്ന് കണ്ട് പരിചയപ്പെട്ട് ഒക്കെ സംസാരിച്ചൊക്കെ ഇരുന്ന് കുറച്ച് സമയം അങ്ങനെ രസമൊക്കെ കേട്ടോ. പിന്നെ അതാ അവിടുത്തെ ഓരോരോ വീടുകളാണ് കേട്ടോ. ഇത് ഇങ്ങനെ ഓരോ വീടുകളിൽ 2 ആൾ 3 ആൾ വെച്ച് അങ്ങനെ നിൽക്കലാണ്. അപ്പോൾ അവരൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കണില്ല, അവരൊന്നും കാണിക്കണവർക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അത് അവിടുത്തെ വീടുകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. പിന്നെ അത് അവിടുത്തെ ഹാളത്തെ മീനിൻ്റെ ഇതാണ് കേട്ടോ. നമ്മളെ റിജു എടുത്തതാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ഹാള്. അത് കഴിഞ്ഞ് പിന്നെ അവിടെ കുറച്ച് പ്രസംഗമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെ ഉസ്താദ്മാർ, അതേമാതിരി മാനുക്ക, ഒരുപാട് വലിയ വലിയ യൂട്യൂബർമാർ കുറച്ച് പ്രസംഗമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങൾ കേട്ടു നോക്കി. അതുപോലെ നമ്മുടെ യൂട്യൂബ് ഫാമിലി കൂട്ടായ്മയുടെ പേരിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഭൗഗോളിക മാത്രം നേരം പോക്കിൽ മാത്രം ഉപയോഗപ്പെടുത്തുന്ന ആളുകളുടെ വ്യത്യസ്തമായിട്ട് ഈ ഒരു തല്ലുമാല ടീമിൻ്റെ ഇതുപോലുള്ള സന്ദർശനത്തിന് ആദ്യമായിട്ട് ഇവിടെ ഇടയ്ക്കിടെ സന്ദർശിക്കാറുണ്ടെന്നും ഇവിടുത്തെ ആളുകളുമായിട്ട് സംവദിക്കുകയും അവർക്ക് സന്തോഷം പകരുകയും ചെയ്യുന്നുണ്ട് എന്ന് അറിയാൻ സാധിച്ചു. അതിനൊക്കെ ഉള്ള സന്തോഷവും അഭിനന്ദനവും പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തുന്നു. നമ്മുടെ സൊസൈറ്റിയിൽ നിങ്ങൾ ജീവിക്കുന്ന സ്ഥാപനത്തിൽ ഇവിടെ താമസിക്കുന്ന ആളുകളെ കുറിച്ചൊക്കെ എല്ലാവർക്കും ഏകദേശം നല്ല ധാരണ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒരു കാലത്ത് ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നേരത്തെ ഇതിൻ്റെ മാനേജ്മെൻറ്റിൽ ഉന്നയിച്ചൊരു സംഗതിയാണ്. ജയിക്കാൻ പോകുന്ന ഒരു കഥാപാത്രവും അതേപോലെ ഒരു വലിയ ആശയവും നമ്മുടെ നാടിൽ ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയൊരു വിഷയവും വാസ്തവത്തിൽ വാർദ്ധക്യമാണ്. നമ്മളൊക്കെ വാർദ്ധക്യത്തിലേക്ക് നീങ്ങുമ്പോഴും സന്തോഷത്തിനും ഇതുപോലെ നമുക്ക് ലഭിച്ചുകൂടാ. ഒരു കൂടുതൽ തന്നെയാണ് നമ്മുടെ സ്നേഹം, അല്ലെങ്കിൽ ഒരു ഐക്യം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ കൂടുതൽ ചൂടാക്കാൻ പറ്റും. അപ്പോൾ ഒരു ബലം ഉണ്ടാവുമായിരിക്കില്ല. അപ്പോൾ ഒരു ബലം തന്നെയാണ് നമ്മുടെ ഒരു ഗ്രൂപ്പ്, അതുപോലെ നമ്മുടെ ഹിമ എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനവും. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല പ്രവർത്തനങ്ങളായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് രണ്ടാമത് സംസാരിക്കുന്നതായിട്ട് അഞ്ച് മുൻകരുതാണ് ക്ഷണിക്കുകയാണ്. പിന്നെ നമ്മൾ 3ാമത്തെ പ്രാവശ്യമാണ്. എൻ്റെ മുമ്പ് കയറി നടത്തിയിട്ടുണ്ട്. 3ാമത്തെ പ്രാവശ്യമാണ് ഞാൻ വന്നത്. 3ാമത്തെ പ്രാവശ്യമാണ് ഞങ്ങൾ ഇന്ന് ഒരു കല്യാണ കുടുംബത്തിൽ ഉണ്ടായിട്ട് കൂടി അത് ഒഴിവാക്കി നമ്മളെ ഹിമ പോലുള്ള. കാരണം എനിക്ക് പറയാനുള്ളത് നമ്മളിപ്പോൾ ഇങ്ങനെ യൂട്യൂബേഴ്സിൻ്റെ കമ്മ്യൂണിറ്റി അങ്ങനെ നമ്മൾ 2-3 കൊല്ലം കൂടെ വന്നു നമ്മളെ കുടുംബത്തിലുള്ള മറ്റുള്ള ആളുകളെ ഇതുപോലത്തെ, അതേപോലെ ഹിമ പോലത്തെ, അതേപോലെ നമ്മുടെ ക്യാൻസർ സെൻ്റർ പോലത്തെ നമ്മളിങ്ങനെ ടൂറായി ഇതിലൊക്കെ പോകേണ്ടി വരുന്ന കുടുംബത്തിലൊക്കെ ടൂറുകളും മറ്റുമൊക്കെ പോകും. അപ്പോൾ ഇതുപോലത്തെ ഒരു സെൻ്ററിലേക്ക് വന്നുകൊണ്ട് കാണിച്ചു കൊടുക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മുടെ കുടുംബങ്ങളെല്ലാവരും നമ്മളൊരു മീറ്റപ്പ് കാര്യങ്ങൾ നമ്മൾ
വലിയ സന്തോഷമുണ്ട്. മനാഫ്ക എന്തോ ഈ വെറൈറ്റി കണ്ടന്റുകൾ വരുന്നതുകൊണ്ട് ഓരോരുത്തർ വിട്ടില്ല. ആ ഗ്രൂപ്പിൽ നിങ്ങൾ മുട്ടുന്നു 2-3 ആൾ രജിസ്റ്റർ ഞാൻ വിളിച്ചത് എങ്ങനെ വന്നപ്പോൾ കുട്ടിക്കിന് വന്ന് അല്ല അത് അടക്കാക്കുണ്ട് ഹിമ കെയർ ഹോമിൻ്റെ മുന്നിലാണ്. ഇന്നിവിടെ തല്ലുമാല യൂട്യൂബർ ടീമിൻ്റെ ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ ഈ പരിപാടിക്ക് പങ്കെടുത്തിട്ട് മടങ്ങുന്നത്. ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിച്ചു. വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ചു പോകുന്നൊരു സെൻ്ററാണ് ഈ ഹിമ കെയർ ഹോം. ഓൾഡ് ഏജ്ഡ് ആയിട്ടുള്ള ഇതിന് സത്യത്തിൽ എനിക്ക് ഒരു വൃദ്ധസദനം എന്ന് പറയാൻ തോന്നുന്നില്ല. ഓൾഡ് ഏജ്ഡ് ആയിട്ടുള്ള ആളുകളുടെ ഒരു ഹോസ്റ്റൽ എന്ന് പറയാം. അത്രയും ഒരു സന്തോഷത്തിൻ്റെ അന്തരീക്ഷം, ഒരു സമാധാനത്തിൻ്റെ ഒരു നല്ല വൈബ് നൽകുന്ന ഒരു അന്തരീക്ഷമുള്ള ഒരു സ്ഥാപനമാണ് ഇവിടെ. അപ്പോൾ ഇവിടെ നടന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നതോടൊപ്പം എല്ലാവരും ഈ ഒരു സ്ഥാപനം സന്ദർശിക്കണം എന്ന് കൂടി ഉണർത്തിക്കൊണ്ട് എല്ലാവർക്കും നന്ദി പറയാം. അപ്പം അവരെ സംസാരങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് മൊമെൻ്റോ കൊടുക്കാനുള്ള ടൈമായി. ഓരോരുത്തർക്കും മൊമെൻ്റോ ഒക്കെ കൊടുക്കണം കേട്ടോ. അപ്പോൾ മോനെ ഞാൻ ഇങ്ങോട്ട് ക്ഷണിച്ചത്, പക്ഷേ ഇങ്ങോട്ട് വന്ന് ഞങ്ങൾ പരിപാടിക്ക് ക്ഷണിച്ചതല്ല. ഇവിടെയാണ്, ഇവിടെ അടുത്തല്ലേ വീട് ആശിക്കാൻ. അപ്പോൾ ഞാൻ ഒരു പാട്ട് പാടിയിട്ട് ബാക്കി തുടങ്ങാം കേട്ടോ. നല്ലൊരു പാട്ട് പാടി കൊടുക്കണം. ബാക്കി എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് കാണാം. ഇല്ല പക്ഷേ അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ അവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബായ്.